നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. എന്താ ഒരു ബഹളം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിൽ. കത്തോലിക്ക സഭയുടെ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് അദ്ദേഹം കുറവിലങ്ങാട് പള്ളിയിൽ ഒരു പ്രസംഗം ചെയ്തു. അതിനെ ചൊല്ലിയാണ് ഈ പുകിലെല്ലാം. ഈ പ്രസംഗത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം പാലാ ബിഷപ്പും അങ്ങോട്ട് പറഞ്ഞു. അതായത് നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞു. ഇതിനാണ് ഈ പുകിലെല്ലാം. എന്തുമായിക്കോട്ടെ, രാഷ്ട്രീയക്കാരും കണിക്കണ്ടവരൊക്കെ ഇടപെട്ട് ഭയങ്കര ബഹളമാണ്. മതസ്പർദ്ധ നശിച്ചു, മതസ്പർദ്ധ ഉണ്ടാക്കി, മതങ്ങളെ തമ്മിലടുപ്പിച്ചു, BJP മുതലെടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങൾ ഇരിക്കട്ടെ. ആദ്യം അറിയേണ്ടത് ഇദ്ദേഹം പറഞ്ഞതെന്താ, അതൊന്നും നോക്കണമല്ലോ. നമുക്ക് അതൊന്ന് കേൾക്കാം. കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. അറബി ഭാഷയിലെ ജുഹദ് എന്ന മൂലധാതുവിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. പരിശ്രമിക്കുക, കഷ്ടപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. ജിഹാദിനാകട്ടെ കഠിനമായി പരിശ്രമിക്കുക, കഷ്ടപ്പെടുക എന്ന അർത്ഥങ്ങളും. കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരംഭം. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഇത് രണ്ടും കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവവും അർത്ഥവും വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്തുമായിക്കോട്ടെ, ലോകമാകെ ജിഹാദിൻ്റെ അർത്ഥം മുസ്ലിങ്ങളെ അവിശ്വാസികൾ എന്ന് പറയും. ഇസ്ലാമിൽ വിശ്വസിക്കാത്തവർ, അവരെ ഒന്നുകിൽ ഇസ്ലാമിൽ വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ കൊന്നുകളയുക. ഇതാണ് ജിഹാദ്. അവരെ മറ്റെല്ലാ രീതിയിലും ശ്വാസം മുട്ടിക്കാം. എപ്പോഴും ആയുധമെടുത്ത് കൊലപ്പെടുത്തുക എന്ന് പോലും അർത്ഥമില്ല. മറ്റേതെല്ലാം രീതിയിൽ അവരെ ഉപദ്രവിക്കാമോ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് വിശുദ്ധ യുദ്ധം, ജിഹാദ്. ഇതിന് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കും. ഇത് നന്മയും തിന്മയും തമ്മിൽ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്നൊക്കെ പറയുമെങ്കിലും പ്രയോഗത്തിൽ, പെരുമാറ്റത്തിൽ ഇസ്ലാം അല്ലാത്ത ആളുകളെ ഉപദ്രവിക്കുക, ഒറ്റപ്പെടുത്തുക, കൊല്ലുക, ഇതൊക്കെ തന്നെയാണ് ജിഹാദിൻ്റെ അർത്ഥം. അതിൽ സംശയമുള്ളവർക്ക് ഖുർആൻ വായിച്ചു നോക്കാം. ഖുർആനിൽ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അങ്ങനെയാണോ? അല്ലതാനും. അവർ ഒരു ദൈവവിശ്വാസമൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നു. അല്ലാതെ ആര് ഈ ഗ്രന്ഥത്തിൽ എന്ത് എഴുതി വെച്ചു അതുപോലെ തന്നെ ചെയ്യണ്ടേ, ഇങ്ങനെയുള്ള കടുംപിടുത്തങ്ങളൊന്നും ഒരു മതത്തിലെയോ ഒരു വിശ്വാസിക്കുമില്ല. അവർക്ക് ആശ്രയിക്കാനൊരു ദൈവം, ഇതിൽ കവിഞ്ഞുള്ള കാര്യങ്ങളൊന്നും അവരാലോചിക്കാറില്ല. പക്ഷേ ഇസ്ലാമിലെ ഈ തീവ്രവാദികൾ, അവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയും ചെയ്യുന്നു. അതിൽ മറ്റ് സമുദായക്കാർക്ക് പേടി തോന്നുന്നു. ഇവർ എടുക്കുന്ന ഒരു തന്ത്രമാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. അപ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞില്ലേ? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കേരള ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതിയുടെ ഒരു വിധി, ഒരു സെൻറ്റൻസ് കാണിച്ചു തരിക ലവ് ജിഹാദ് ഇല്ല എന്ന് ജഡ്ജി എഴുതി വെച്ചതായിട്ട്. മറ്റു പലരും ഹൈക്കോടതിയിൽ പോയിട്ട് ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി NIAയോട് ചോദിച്ചു ലവ് ജിഹാദ് ഉണ്ടോ? NIA പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഒരു 4 കേസ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്. എങ്ങനെ പറയും? കാരണം ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് ഒരു പ്രസ്ഥാനമില്ല. രജിസ്റ്റർ ചെയ്തതോ ചെയ്യാത്തതോ ആയ ഒരു സംഘടനയും ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പേരിലൊന്നും പ്രവർത്തിക്കുന്നില്ല. അതിനൊരു ഓഫീസില്ല.
ഒന്നുമില്ല. പക്ഷേ ആ പ്രക്രിയയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കൂ, പ്രണയം നടിച്ച് മതം മാറ്റുന്ന ഒരു പ്രക്രിയ നിലവിലുണ്ടോ എന്ന് കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് NIA പറയും, എല്ലാവരും പറയും. നമ്മുടെ ബെന്നി ബെഹനാൻ എന്ന MP അതിബുദ്ധിമാനാണല്ലോ, അദ്ദേഹം ലോക്സഭയിൽ ഈ ചോദ്യം ചോദിച്ചു ആഭ്യന്തര വകുപ്പിനോട്, ലവ് ജിഹാദ് ഉണ്ടോ? ആഭ്യന്തര വകുപ്പ് പറഞ്ഞു ഇല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയോട് ഒരാൾ നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്നു, കേരളത്തിൽ വനം മാഫിയ ഉണ്ടോ? ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വനം മാഫിയ എന്ന് പറഞ്ഞ് ബോർഡും വെച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ മുട്ടിൽ മരം പറിക്കുക കേസടക്കം മരം എത്രയാണ് വെട്ടിക്കൊണ്ടുപോകുന്നത്? നമ്മുടെ നാട്ടിൽ വനം മാഫിയ, മണൽ മാഫിയ, ബ്ലേഡ് മാഫിയ, ഫ്ലാറ്റ് മാഫിയ, ഇതെല്ലാം ഉള്ളതല്ലേ. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ടുണ്ടോ എന്ന് പോലീസിനോട് ചോദിച്ചാൽ അവർ പറയും മാഫിയ എന്നും പറഞ്ഞൊരു ഏർപ്പാട് സംഘടനയൊന്നുമില്ല. പക്ഷേ മരം മുറിക്കുന്നില്ലേ? ഉണ്ട്. മണൽ വാരി കൊണ്ടുപോകുന്നില്ലേ? ഉണ്ട്. ഫ്ലാറ്റിൽ തിരിമറി നടത്തിയ ആളുകളെ പറ്റിക്കുന്നില്ലേ? ഉണ്ട്. ഇതുപോലെയാണ് ലവ് ജിഹാദ്. ഇങ്ങനെയാണ് ലവ് ജിഹാദിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നത്. ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് താൻ. ഈ കളിയാണ്. ഇതിനെ നിയമം വെച്ച് നിയന്ത്രിക്കാനും പ്രയാസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയിക്കുന്നത് നിയമവിരുദ്ധമാണോ? അല്ല. ഒരുത്തൻ പ്രണയം അഭിനയിക്കുന്നത് നിയമവിരുദ്ധമാണോ? അല്ല. പ്രണയം അഭിനയിച്ച് അവസാനം ചതിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെറുപ്പത്തിൽ സംഭവിക്കുന്നതല്ലേ. അതിലൊന്നും നിയമവിരുദ്ധതയില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? പ്രണയം നടിച്ച് ഒരു പെൺകുട്ടിയെ വശത്താക്കി അവൾ ഏകദേശം അടിമ പോലെ ആയി കഴിയുമ്പോൾ കല്യാണം കഴിക്കാനുള്ള കണ്ടീഷൻ എന്നുള്ള നിലയ്ക്ക് നീയും കൂടെ മതം മാറിക്കോ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഭർത്താവിൻ്റെ മതത്തിൽ ഭാര്യ ചേരും. ഇനി അന്യമതമാണെങ്കിൽ പോലും അപൂർവം തിരിച്ചുണ്ടാകും. അവരുടെ ഭാര്യയുടെ മതത്തിലേക്ക് ഭർത്താവ് പോകാറുണ്ട്. എന്നാലും കൂടുതലും ഭർത്താവിൻ്റെ മതത്തിലേക്ക് ഭാര്യ ചേരും. ഇതാണ് നാട്ടു നടപ്പ്. ഈ പെൺകുട്ടി മതം മാറാൻ തയ്യാറാകും. അതിൽ നിയമവിരുദ്ധതയുണ്ടോ? ഇല്ല. പോലീസിന് ഇടപെടാൻ പറ്റുമോ? ഇല്ല. ഇതിനിടയ്ക്ക് മാതാപിതാക്കൾ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ പെൺകുട്ടിയെ ഇന്ന ആൾ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കും. പോലീസ് ഇവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പെൺകുട്ടിക്ക് എന്താ മാർഗം? ഞാൻ ഇവൻ്റെ കൂടെ തന്നെ എന്ന് പറയുകയല്ലേ മാർഗമുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ചീത്തപ്പേരായില്ലേ നാട്ടിൽ. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തീരും. ചില മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് റിട്ടുമായിട്ട് ഹൈക്കോടതിയിൽ പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഹാജരാക്കുക, പ്രൊഡ്യൂസ് ദ ബോഡി. ജീവനോടെയോ മരിച്ചോ ആളെ ഹാജരാക്കണം ഹൈക്കോടതിയിൽ. ഇതാണ്. അപ്പോൾ പോലീസ് അന്വേഷിക്കും. പോലീസ് പറയും ഇന്ന സ്ഥലത്തുണ്ട്, അവർ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, ഞങ്ങൾ സംസാരിച്ചു. കോടതി ചിലപ്പോൾ അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും, കോടതിയിൽ ഹാജരാക്കാൻ പറയും. ചിലപ്പോൾ ഹാജരാക്കാൻ പോലും പറയില്ല. ഹാജരാക്കിയിട്ട് അവരോട് ചോദിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് പ്രായപൂർത്തിയായി, ഞങ്ങൾ സ്വമേധയാ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരാണ്, ജീവിക്കാൻ തീരുമാനിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഗ്യാസ് പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിയമം അങ്ങനെയാണ്. ലവ് ജിഹാദ് നിയമവിധേയമായ ഒരു പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മതം മാറിക്കഴിഞ്ഞ് മതം പഠിപ്പിക്കാനായിട്ട് സത്യസരണി, കോഴിക്കോടോ മലപ്പുറത്തോ എങ്ങാണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ സ്ത്രീകൾ നടത്തുന്ന. അതിൻ്റെ വലിയ കോലാഹലമൊക്കെ ഇടയ്ക്ക് നടന്നിരുന്നു. അവിടെയാണ് മതപരിവർത്തനവും മനപരിവർത്തനവും മതം മാറ്റവും ചടങ്ങും ചിട്ടയൊക്കെ പഠിപ്പിക്കുന്നത് അവിടെയാണ്. മറ്റേ പർദ്ദയൊക്കെ ഇട്ട് ചാക്കിലൊക്കെ കെട്ടി ചരടൊക്കെ കെട്ടി ഒരുക്കി റെഡിയാക്കുന്ന വിധം ഈ ഏർപ്പാടൊക്കെ നടത്താനായിട്ട് സത്യസരണിയിൽ കൊണ്ടുപോയി ആക്കുന്നു. അത് നിയമവിരുദ്ധമാണോ? അല്ല. അവിടെയും നിയമത്തിന് ഇടപെടാൻ നിർവാഹമില്ല. ഈ ചിട്ടയും വട്ടങ്ങളും ഒക്കെ കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോൾ പെൺകുട്ടി മനസ്സിലാക്കുന്നു ഇയാളല്ല എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്, വേറൊരാളാണ്. എന്ത് ചെയ്യും പെങ്കൊച്ച്? വല്ലതും ചെയ്യാൻ പറ്റുമോ? പുറത്തിറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് പറയാം, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുമോ ഒരു പെൺകുട്ടിക്ക്?
ഏതായാലും ഇതിൽ പെട്ടുപോയി. ഇത്രയും കാലമായി ഒരുത്തൻ കല്യാണം കഴിച്ചു, അവൻ ഉപയോഗിച്ചു, മാസം 3 കഴിഞ്ഞു, ഇപ്പോഴേ അവൻ മൊഴി ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ചൊല്ലാതെ അടുത്തവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. എന്തു ചെയ്യും? ഒരു പെൺകുട്ടിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല, ഇതിൻ്റെ പിന്നാലെ തന്നെ പോകും. അവൻ കല്യാണം കഴിക്കും, അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. മുസ്ലിങ്ങൾക്ക് 4 കല്യാണം വരെ കഴിച്ചുകൂടെ? കഴിക്കാം, നിയമവിധേയമാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഈ പുത്തൻ ഭാര്യയുമായിട്ട് മംഗലാപുരത്ത് പോകുന്നു, നിയമവിരുദ്ധത വല്ലതുമുണ്ടോ? ഇല്ല. അയാൾ ഈ പുതിയ ഭാര്യയുമായിട്ട് അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ പോകുന്നു, നിയമവിരുദ്ധമായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നിയമമല്ലേ ബാധകം? അതെ. അവിടുത്തെ നിയമമനുസരിച്ച് ഇവർ ആയുധ പരിശീലനം നേടുന്നു, IS-ൽ ചേരുന്നു, എന്തും ചെയ്യുന്നു. ഇന്ത്യൻ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ ഇല്ലാത്ത കലാപം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ 2 പേരും തിരിച്ച് ഇന്ത്യയിൽ വരുന്നു. നിയമവിധേയമല്ലേ? ആണ്. അവരുടെ പേരിൽ എന്തെങ്കിലും നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. സിറിയയിൽ ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ പോലീസിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സിറിയൻ സർക്കാർ പറയണം, ഇവിടെ കുറ്റം ചെയ്തിട്ട് അവിടെ വന്നിട്ടുള്ളവരാണവർ, അതുകൊണ്ട് ഒന്നുകിൽ അവിടെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് വിട്ടു തരിക, ഞങ്ങൾ ശിക്ഷിക്കണം എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ എൻറിക് അലക്സി കപ്പലിൽ നിന്ന് വള്ളക്കാരെ വെടിവെച്ച് കൊന്നില്ലേ? ആ കേസിൻ്റെ നൂലാമാലകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ഇവിടെ വിചാരണ നടത്തണോ, ഇറ്റലിയിൽ വിചാരണ നടത്തണോ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് ഇങ്ങനെ പോയ അവസ്ഥ. ഇതുപോലത്തെ അവസ്ഥയാവും. സിറിയക്കാരേതായാലും ഇതിൻ്റെ പിന്നാലെ വരാൻ പോകുന്നില്ല, അഫ്ഗാനിസ്ഥാൻകാരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഈ ദമ്പതികൾക്ക് ഒറ്റയ്ക്കോ 2 പേരും ചേർന്നോ സുഖമായി ജീവിക്കാം. ഏറിയാൽ IB-ക്കാരൊരു കണ്ണ് വയ്ക്കും, ഇങ്ങനെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ടീമാണെന്ന് മനസ്സിലായാൽ ഒരു കണ്ണ് വയ്ക്കും. അതല്ല, ഇവിടെ ഇരുന്നുകൊണ്ട് IS ബന്ധം തുടരുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഉറപ്പായിട്ട് NIA-യുടെ കയ്യിൽ പെടും. ഇതാണ് നിയമം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ലവ് ജിഹാദിൻ്റെ അങ്ങേ അറ്റം വരെ നിയമവിധേയമായ പ്രക്രിയയാണ്. അത് കഴിഞ്ഞിട്ട് എവിടെ വെച്ചത് തീവ്രവാദത്തിലേക്ക് തിരിയുന്നോ, അതും നമ്മുടെ നാട്ടിനുള്ളിൽ വെച്ച് തിരിയുന്നോ, അവിടെ മാത്രമേ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ ലവ് ജിഹാദ് ഒരു നിയമപ്രശ്നമല്ല, നിയമം കൊണ്ട് നേരിടാവുന്നതുമല്ല, അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഈ ലവ് പോലെ മയക്കിയെടുക്കാവുന്നൊരു സാധനമല്ല നാർക്കോട്ടിക്. ഏകദേശം രണ്ടും ഒരുപോലെയാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് അറിയാമല്ലോ. പ്രണയം തലയ്ക്ക് പിടിച്ചാലും മയക്കുമരുന്ന് തലയ്ക്ക് പിടിച്ചാലും ഏകദേശം ഒരേ പെരുമാറ്റമല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനിത് പറയുന്നത് ഇതൊക്കെ എന്തോ പ്രണയം എന്തോ മഹാഭാവമാണ് അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പെരുമാറ്റം, ഈ ഭ്രാന്ത് തലയ്ക്ക് കയറിക്കഴിഞ്ഞാലുള്ള മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമുള്ള പോക്ക്, ഇത് തമ്മിൽ സാമ്യമുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെയും ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും മയക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പ്രണയം, അടുത്ത മരുന്നാണ് യഥാർത്ഥ മയക്കുമരുന്ന്. ഇത് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ പിറ്റേ ദിവസം ഇത് വേണ്ടേ? പിറ്റേ ദിവസം കൊടുക്കും, 3 ദിവസം 4 ദിവസം 5 ദിവസം, അപ്പോൾ പിന്നെ ഇത് ശീലമായി, പിന്നെ ഇതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. ഇതല്ലേ മയക്കുമരുന്നിൻ്റെ പ്രശ്നം. ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ മയക്കുമരുന്ന് വേണമെങ്കിൽ മതം മാറണം. മതം മാറുക, തലകുത്തി നിൽക്കുകയോ എന്ത് വേണമെങ്കിലും, എനിക്ക് ആ പൊടി ശകലം കിട്ടണം എന്നുള്ള സ്ഥിതിയാകും, ഇല്ലേ? അതിൽ നിന്ന് മോചനമില്ല. അതാണ് നാർക്കോട്ടിക് ജിഹാദ്. ഇതുണ്ട് എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞതിൽ എന്താ ഇത്ര വലിയ ബഹളം വയ്ക്കാൻ? സമുദായ സ്പർദ്ധയുണ്ടാക്കി. എന്ത് സ്പർദ്ധ? ഇങ്ങനത്തെ പൂക്കൃത്തരം ഏത് സമുദായത്തിൽ ആര് ചെയ്തു കഴിഞ്ഞാലും അവനെ തൂക്കണ്ടേ? പോലീസിനെ ഏൽപ്പിക്കണ്ടേ? അല്ലെങ്കിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യണ്ടേ? ഇവിടെ ഇത് തുറന്ന് പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പാലാ ബിഷപ്പാണോ ഇത് പറയുന്നത്? ആദ്യം മുതലേ വർഷങ്ങളായി സംഘപരിവാർ സംഘടനകൾ ഇത് പറയുന്നു. അവർ ഇസ്ലാം വിരോധികളാണപ്പോൾ അവരെ തൊട്ടുകൂടാ, വിട്ടു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഈഴവ പെൺകുട്ടികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു 5-6 വർഷം മുമ്പ്. അന്നും ഇതുപോലെ കുറച്ച് ബഹളം വെച്ചു പോയി. കത്തോലിക്ക സഭയുടെ സിനഡ് കൂടിയിട്ട് പ്രമേയം പാസാക്കി ലവ് ജിഹാദിനെതിരെ. അന്നും ചില്ലറ ബഹളം വെച്ചു പോയി. PC ജോർജ് പറഞ്ഞുകൊണ്ടേയിരുന്നു,
കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ദേ പാലാ ബിഷപ്പും പറഞ്ഞു. ഇത്രയും പേര് കള്ളം പറയുമെന്നാണ് വിചാരിക്കുന്നത്? ഇത് മാത്രമല്ല, ബിഷപ്പ് വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. കേരളത്തിൻ്റെ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഒരിക്കൽ പറഞ്ഞു, കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെൻ്ററുകൾ ആകുന്നു, തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന്. വേറെ ആരുമല്ല, അതിൻ്റെ മുഴുവൻ ചുമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവുമൊക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. നമുക്കതറിവുള്ളതാണ്. വർഗീയതയും വിദ്വേഷവും വെറുപ്പും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടും ഉണ്ട്, ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. ഇതിൻ്റെ കാര്യമാണല്ലോ ഞാൻ മുകളിൽ പറഞ്ഞത്. അപ്പോൾ റിട്ടയർ ചെയ്ത DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഉണ്ട്, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ ഈ സ്ലീപ്പർ സെല്ല്? ഒളിച്ച് ഇരിക്കുന്ന തീവ്രവാദികൾ സമയമാകുമ്പോൾ ചാടി വീഴാൻ റെഡിയായിട്ട് പരിശീലനം നേടിയിരിക്കുന്നവർ, ഇവരാണ് സ്ലീപ്പർ സെല്ല്. നിങ്ങൾ ആ വൈക്കത്തെ ഹാദിയായുടെ ഒരു വിവാഹമോചനം, മതം മാറ്റം വലിയൊരു കേസുണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ്. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ പെൺകുട്ടിയോട് കുറച്ച് ദിവസം അച്ഛൻ്റെ കൂടെ തന്നെ താമസിക്കുക എന്ന് പറഞ്ഞു ഹൈക്കോടതി. ആ ഹൈക്കോടതി വിധിക്കെതിരെ 5000 പേരുടെ പ്രകടനം ഹൈക്കോടതിക്ക് നേരെ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 5000 പേരുടെ പ്രകടനം നടന്നു. ഇത്ര പെട്ടെന്ന് ഈ 5000 പേര് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അവിടെ? ഇതാണ് സ്ലീപ്പർ സെല്ലിൻ്റെ പ്രകടനം. ഈ സ്ലീപ്പർ സെല്ല് പ്രവർത്തിച്ചിട്ടാണ് ജഡ്ജിമാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ജലപീരങ്കിയുടെ മുകളിൽ കയറുമെന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തത്. ഇത് ചില മാധ്യമങ്ങൾ കാണിച്ചു, ചിലർ കാണിച്ചുമില്ല. ഇതുപോലത്തെ ഒരുപാട് പ്രവൃത്തികൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് മാധ്യമങ്ങൾ മൂടിവയ്ക്കുന്നു. അതിന് കാരണം ഇതിൽ നിന്ന് BJP മുതലെടുക്കും പോലും. അതുകൊണ്ട് എന്ത് സർവനാശമുണ്ടാകുന്ന ജോലി ആര് ചെയ്തു കഴിഞ്ഞാലും BJP മുതലെടുക്കുമല്ലോ എന്ന് ഭയന്നിട്ട് ഒളിച്ചു വയ്ക്കുന്നത് കേരളത്തിലെ പതിവായി തീർന്നിരിക്കുന്നു. ഞാനിത് നേരത്തെ പറയുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ സത്യസന്ധനായ മറ്റൊരു മാധ്യമ പ്രവർത്തകനുണ്ട്, ഷാജിൻ സ്കറിയ, മറുനാടൻ മലയാളിയിലെ. ഷാജിൻ സ്കറിയയും ഇതേ കാര്യം പറയുന്നു. നമുക്ക് ഷാജിൻ സ്കറിയയുടെ വാക്കുകളും അതും ഒന്ന് കേൾക്കാം. മനോരമ ന്യൂസിന്റെ അവതാരക ഷാനി പ്രഭാകരനും മാതൃഭൂമി ന്യൂസിന്റെ അവതാരക സ്മൃതി പരുത്തിക്കാടും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ കേൾപ്പിക്കുന്നത്. ആദ്യം ഷാനിയുടെ അഭിപ്രായം കേൾക്കുക. ശ്രീ നസറുദ്ദീൻ, ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് BJP കാര്യങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം SDPIയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ പോലും വേണ്ടത്ര ചർച്ച ചെയ്യാതെ കേരളം മാറ്റിവെച്ചിട്ടുണ്ട്. അത് സത്യമാണ്. കാരണം ഒരു വിഭാഗത്തിന് നേരെയുള്ള ആകെയുള്ള പേടിയായി ചില വിഭാഗങ്ങൾ അതിനെ മാറ്റാനും അത്തരത്തിൽ ചിത്രീകരിക്കാനുമുള്ള ശ്രമം നടത്തും എന്നത് അറിയുന്നത് കൊണ്ട് മാത്രം. ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഷാനി നടത്തിയ ഒരു കുമ്പസാരമാണിത്. ഷാനി അതിൽ പറയുന്നത് SDPയുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ച് പോലും ചർച്ച നടത്താൻ മടിക്കുന്നത് അത് BJP മുതലെടുക്കും എന്ന ആശങ്ക കൊണ്ടാണെന്ന്. ഇത് 3-4 വർഷം മുമ്പ് ഷാനി ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്. അന്ന് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ഇത് BJP മുതലെടുക്കും എന്ന് ഭയന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ മൂടിവെച്ചു. ഇതാണ് ഷാനി പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം. ചില സംഭവങ്ങൾ ചർച്ച ചെയ്തില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ മറച്ചു വെച്ചു. ഇത് പറയുന്നത് ആരോടാണെന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ അന്നത്തെ പ്രസിഡന്റ് നാസറുദ്ദീൻ എളമരം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ ഷാനി നാസറുദ്ദീൻ എന്ന് വിളിക്കുന്നത്. ഇരിക്കട്ടെ, അത് മനോരമയുടെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഷാനിയുടെ ആഗ്രഹം എന്താണോ, മനോരമ ചാനലിൻ്റെ പോളിസി അതാണ്. രാജ്യം മുടിഞ്ഞു പോയാലും വേണ്ടില്ല,
BJP അങ്ങനെ സൂഹിക്കേണ്ട. BJPക്ക് സൂഹിക്കാനൊന്നും അല്ല ഈ രാജ്യം, എല്ലാവർക്കും സൂഹിക്കാനുള്ളതാണ്. അത് മനോരമ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ശരി, മാതൃഭൂമി എന്ന് പറയുന്നു നമ്മളുടെ സ്മൃതി പരുത്തിക്കാട്, അതും കൂടെ ഒന്ന് കേട്ടോളൂ. സമാനമായ ഒരു അഭിപ്രായ പ്രകടനം ഇന്നലെ സ്മൃതി പരുത്തിക്കാട് നടത്തുകയുണ്ടായി. സ്മൃതി പരുത്തിക്കാട് ഇപ്പോഴത്തെ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് ആളെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്, ഇത്തരത്തിൽ ഒരു വിഭാഗം, അതായത് സംഘപരിവാർ അല്ലെങ്കിൽ BJP മുതലെടുപ്പിനെ ശ്രമിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ പാനലിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ശ്രദ്ധിച്ചെന്നാണ്. കേൾക്കുക. പാലാ ബിഷപ്പിന്റെ പ്രസംഗത്തിന്റെ തുടർച്ചയാണ് ഇന്നും. ബിഷപ്പിന്റെ ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ മാർച്ചായിരുന്നു ഇന്നലെയെങ്കിൽ ഇന്ന് ക്രൈസ്തവ സംഘടനകളുടെ മറുപ്രകടനമായിരുന്നു. ബിഷപ്പിനെ പിന്തുണച്ച് KCBCയും രംഗത്തെത്തിയിരിക്കുന്നു. ഈ വിഷയം അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് വിവാദ പ്രസംഗം നടത്തിയപ്പോൾ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായുള്ള പ്രതിനിധികളും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നു. അന്ന് ഇരുകൂട്ടരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനെടുത്ത തീവ്ര പ്രതികരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇനി അതിനവസരമില്ല. കാരണം ഇരുകൂട്ടരും അകലുന്നത് കാത്തു നിൽക്കുന്ന, കുഴപ്പമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരു കൂട്ടർ നമുക്കിടയിലുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ പാനലും. ഡോക്ടർ MN കാരശ്ശേരി, അഡ്വക്കേറ്റ് ജയശങ്കർ, സ്ത്രീപക്ഷ ചിന്തക ദീദി ദാമോദരൻ, എഴുത്തുകാരനായ ബോബി തോമസ് എന്നിവരാണ് അതിഥികളായുള്ളത്. അതായത് മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും പരസ്യമായി കുമ്പസാരിക്കുന്നു രണ്ട് കാര്യങ്ങൾ. ഞങ്ങൾ നിഷ്പക്ഷമല്ല, ഞങ്ങൾക്ക് പക്ഷപാതിത്വമുണ്ട്. ഞങ്ങൾ BJP വിരുദ്ധമാണ്, സംഘപരിവാർ വിരുദ്ധമാണ്. അപ്പോൾ പാലാ ബിഷപ്പിൻ്റെ പ്രസംഗത്തിൻ്റെ ചർച്ച മാതൃഭൂമിയിൽ നടന്നപ്പോൾ പാലാ ബിഷപ്പിന് അനുകൂലമായിട്ടും എതിരായിട്ടും പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നു. ഈ പുറത്തു വന്ന കാര്യങ്ങൾ BJPക്ക് ഗുണമായി തീരും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? സ്മൃതി പരുത്തിക്കാട് പാലാ ബിഷപ്പിന് അനുകൂലമോ പ്രതികൂലമോ ഒക്കെ ആയ ആളുകളെ ചർച്ചയിൽ നിന്ന് മാറ്റി. പാലാ ബിഷപ്പിൻ്റെ പ്രസംഗം ചർച്ച ചെയ്യുമ്പോൾ ക്രൈസ്തവ സഭയുടെ ഒരു പ്രതിനിധി വേണ്ടേ? വേണ്ട. കാരണം അത് BJPക്ക് ഗുണം ചെയ്യും. അവർക്കെതിരെ സംസാരിക്കുന്ന ആളിൻ്റെ പ്രതിനിധി വേണ്ടേ? വേണ്ട. അതും BJPക്ക് ഗുണം ചെയ്യും. കാരണം അയാളുടെ ആക്രമണം ഫലത്തിൽ പാലാ ബിഷപ്പിന് ഗുണമായിട്ട് വരും, അത് BJPക്ക് ഗുണമായിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? മണ്ണും പെണ്ണും തൊടാത്ത ആളുകളെ, അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ MN കാരശ്ശേരി, ഏതോ ഒരു എഴുത്തുകാരൻ, സ്ത്രീ പ്രവർത്തക, ഇവരൊക്കെ ചർച്ച നടത്തുന്നു. എന്തിന്? ചർച്ച എപ്പോഴും നടക്കേണ്ടത് ബന്ധപ്പെട്ട ആൾക്കാർ തമ്മിലല്ലേ? അതോ വേറെ ആരെങ്കിലും ചർച്ച ചെയ്താൽ മതിയോ? ഏതായാലും ഈ കളി തുറന്ന് ഇവർ പറയുന്നു. ഷാജൻ സ്കറിയ അത് വളരെ വ്യക്തമാക്കി. ഇവർക്ക് നിഷ്പക്ഷത എന്നൊന്നില്ല, ഇവർക്ക് പക്ഷപാതമുണ്ട്, ഇവർ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടെയാണ്, അതിനാൽ അവരുടെ ചെയ്തികൾ മൂടിവെക്കുന്നു. അതിന് BJP വിരുദ്ധത എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, BJPക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. BJPക്ക് വിരുദ്ധമായിട്ട് കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, ജനതാദളുണ്ട്, RSP ഉണ്ട്. നാട്ടിലെ പാർട്ടിയൊക്കെ BJP വിരുദ്ധരാണ്. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി രണ്ട് ചാനലിലും BJP വിരുദ്ധരായാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് പ്രൈവറ്റ് മുതലാളിമാരുടെ ചാനലാണെന്ന് അവർക്ക് BJP വിരുദ്ധരായിക്കൂടെ? ആകാം. പക്ഷേ നിഷ്പക്ഷതയുടെ മേലങ്കി ഇടരുത്. നമ്പർ 1, ഈ നിഷ്പക്ഷതയുടെ മേലങ്കിയുടെ അടിയിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് കൂട്ടുനിൽക്കരുത്. വാസ്തവത്തിൽ മാതൃഭൂമിയും മനോരമയും ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതിൻ്റെ കുമ്പസാരമാണ് ഷാജൻ സ്കറിയ പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളും കേരളത്തിലെ മാധ്യമങ്ങളും നല്ലൊരു പരിധിവരെ പോലീസും ഭരണകക്ഷിയും പ്രതിപക്ഷമായ കോൺഗ്രസും എല്ലാം ചേർന്ന് ഇതുവരെ മറച്ചു പിടിച്ച് ഒരു കണക്കിന് പൊട്ടിത്തെറിക്കാതെ തള്ളിപ്പിടിച്ചിരുന്ന ഒരു സത്യം പാലാ ബിഷപ്പ് കുടം തുറന്ന് പുറത്തു വിട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. സാമൂഹ്യ പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രവൃത്തികൾ കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, പരിഷ്കരണം കൊണ്ട് മാത്രമേ നേരിടാൻ പറ്റുള്ളൂ. അതിനെ നിയമം കൊണ്ട് നേരിടാൻ പറ്റില്ല. മകനെ അച്ഛൻ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നിയമം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കുകയുള്ളൂ. ഇയാൾക്ക് തോന്നണ്ടേ? സാമൂഹ്യ പ്രശ്നങ്ങൾ നിയമം കൊണ്ട് പരിഹരിക്കാൻ സാധ്യമല്ല. ലവ് ജിഹാദ് വളരെ സമർത്ഥമായിട്ട്, നാർക്കോട്ടിക് ജിഹാദ് ആണെങ്കിലും അതിസമർത്ഥമായിട്ട്
ഇസ്ലാമിക തീവ്രവാദികൾ നിയമത്തിൻ്റെ പഴുതിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള പരിഹാരം സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ വരണം. അത് വരാതെ ഈ പ്രക്രിയയ്ക്ക് ഒരു അന്ത്യമുണ്ടാവുകയില്ല. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.